നല്ലൊരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഞാൻ 1 കിലോ താറാവ് കഴുകി റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ താറാവൊക്കെ കഴുകി എടുക്കുമ്പോൾ മോരോ തൈരോ ഒക്കെ ഒഴിച്ച് അല്ലെങ്കിൽ വിനാഗിരിയോ പുളിയുള്ള എന്തെങ്കിലും സാധനം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ ഉളുമ്പ് മാറും. ഞാൻ 2 വലിയ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് 1 സ്പൂൺ മുളക് പൊടി വേണം, ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് ആദ്യം താറാവ് കുക്കറിലൊന്ന് നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആകുന്നവരെ വേവിക്കണം. പിന്നെ ഞാൻ ഒരു 10-15 വെളുത്തുള്ളിയുടെ അല്ലിയുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, അര നാരങ്ങ നീരിന് നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം. ചെറിയ സ്പൂണ് ഗരം മസാല വേണം, ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി വേണം. ആദ്യം തന്നെ നമുക്ക് ഈ താറാവിനെ ഒന്ന് നല്ലതുപോലെ ഒരു കുക്കറിൽ ചെറിയ മഞ്ഞൾ പൊടി ഇച്ചിരി മുളക് പൊടിയും തിരുമ്മി ഒന്ന് വേവിക്കാം. നമുക്ക് ഈ താറാവ് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമുക്കൊരു കുക്കറിലോട്ട് ചേർക്കാം. ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കാം, ചെറിയ സ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് നമുക്ക് ആവശ്യത്തിന് ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് കുക്കറ് ഒരു വെന്ത് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് കുക്കർ വെക്കണം. വെന്തില്ലെങ്കിൽ നമ്മൾ എടുത്ത് ഇളക്കി നോക്കിയിട്ട് പിന്നെ നമ്മൾ നല്ല സോഫ്റ്റ് ആവുന്നവരെ താറാവിൻ്റെ ഇറച്ചി ഇച്ചിരി കട്ടിയാണ്, അത് നല്ലപോലെ നമ്മൾ സോഫ്റ്റ് ആവുന്നവരെ വേവിച്ചെടുക്കാം. നമുക്ക് ഈ കുക്കർ വിസിൽ വെച്ച് അടച്ചു വെക്കാം. ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമ്മുടെ താറാവ് മിക്കവാറും വെന്ത് കിട്ടും. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വെക്കാം. താറാവ് വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് ഈ മസാലയൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് ഇടാം. ചെറിയ സ്പൂൺ കുരുമുളക് പൊടി വേണം. എരിവൊക്കെ അവനവൻ്റെ ആവശ്യമനുസരിച്ച് ചേർക്കാം. പച്ചമുളക് നല്ല എരിവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാവുള്ളൂ. ഇത് ഗരം മസാലയാണ്, ഇത് നമുക്കൊരു സ്പൂണ് ചേർക്കാം. ചെറിയ സ്പൂണ്, 1 സ്പൂണ് മുളക് പൊടി ചേർക്കാം. അര സ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാം. ഇതിനോട് ഞാൻ ഈ നാരങ്ങ ഫ്രഷായിട്ട് ഈ അരനാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ച് ചെറിയതായിട്ട് ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ വെന്തോന്നൊന്ന് കഷ്ണമൊക്കെ ഒന്ന് എടുത്തൊന്ന് നെക്കി നോക്കിയാൽ അറിയാം നമുക്ക്. ഇതൊരുവിധം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം പറ്റുന്നത് വരെ ഒന്ന് ഈ കുക്കറിൽ തന്നെ വെച്ച് ഒന്ന് നമുക്ക് പറ്റിച്ചെടുക്കാം വെള്ളം. വെള്ളം ഇച്ചിരി കൂടുതലുണ്ട്. നമുക്കിതൊന്ന് നമ്മൾ റോസ്റ്റായിട്ടാണ് എടുക്കുന്നത്, അത് കാരണം നമുക്ക് വെള്ളം ഒന്ന് നല്ലതുപോലെ ഇളക്കി പറ്റിക്കാം. അപ്പം വെള്ളമൊക്കെ ഒരുവിധം പറ്റിയിട്ടുണ്ട്. തീരെ അങ്ങ് പറ്റിച്ച് കളയണ്ട. നമുക്ക് ഈ പീസൊക്കെ എടുത്ത് ചെറുതായിട്ടൊന്ന് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം. ഒരു കടയിൽ വെച്ചിട്ട് 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഫുൾ ഫ്രൈ ചെയ്യേണ്ട, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് ഈ പീസെല്ലാം ഒന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് താറാവ് റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. 2 സൈഡും ഒന്ന് മറിച്ചിട്ട് നമ്മളൊന്ന് മുരിച്ചെടുത്താൽ മതി. നമ്മുടെ പീസൊക്കെ 2 സൈഡും ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്തൊന്ന് മാറ്റാം. നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മുടെ മസാലയൊക്കെ വഴറ്റാൻ. ഇപ്പോൾ 2 സൈഡും ഒരുവിധം ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്തൊന്ന് പോരാം. താറാവ് കോരി എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് ഈ സവോളയും പച്ചമുളകും വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴന്നിട്ട് വേണം നമുക്ക് ബാക്കി നമ്മുടെ പേസ്റ്റാക്കി നമ്മൾ മസാലയൊക്കെ വെച്ചിട്ടുണ്ട് അത് ചേർക്കാൻ. അത് നല്ലപോലെ വഴന്നവരെ നമുക്ക് ഇളക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഈ പാകത്തിനായാൽ മതി, ഒത്തിരി ഗോൾഡൻ ബ്രൗൺ ആവണ്ട. അപ്പം നമ്മൾ ഈ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാല മൂക്കുന്ന കൂട്ടത്തിൽ നമുക്ക് 1 തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഗ്രേവിക്ക് വേണ്ടി ഞാനിപ്പോൾ ഇച്ചിരി ഉപ്പുകൂടി ഇടുകയാണ്. നമ്മൾ ആദ്യം വറുത്തപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ടതാണ്. ഗ്രേവിക്ക് ഇച്ചിരി ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ മൂത്ത് നല്ലപോലെ എണ്ണ തെളിയുന്നുണ്ട്. നമുക്കൊരു ശകലം വെള്ളം ഇത് മസാലയൊന്ന് മിക്സ് ആകാൻ വേണ്ടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച മസാല ചേർത്ത് ഇച്ചിരി ഒരു 2-3 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന താറാവ് ഇതിൻ്റെ കൂടെ ഇപ്പോൾ ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി നമുക്ക് എല്ലാ മസാലയും കഷ്ണത്തിലൊക്കെ പിടിച്ച് ഒന്ന് പരുവാകുമ്പോൾ പെരണ്ടിരിക്കുന്ന പരുവാകുമ്പോൾ നമുക്കിത് വാങ്ങാം. താറാവ് റോസ്റ്റ് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ താറാവ് റോസ്റ്റ് നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്.